പറയുന്നത് വളരെ കോമൺ ആയിട്ട് ഇപ്പം കേൾക്കുന്ന ഒരു അസുഖമാണ്. ഇത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? എന്താണ് ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ? വളരെ ശരിയാണ് പറഞ്ഞത്. പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അല്ലെങ്കിൽ ഡിസീസ് എന്ന് പറയുന്ന ഈ ഒരു പ്രത്യേകത ഇപ്പോൾ പണ്ടത്തേനേക്കാൾ കൂടുതലായിട്ട് റെക്കഗ്നൈസ്ഡ് ആകുന്നുണ്ട് എന്ന് മാത്രമല്ല, ഒരുപക്ഷെ അതിൻ്റെ ഇൻസിഡൻസും ശരിക്കും കൂടിയിട്ടുണ്ട്. പണ്ട് 10-50 കൊല്ലം മുമ്പ് ഞങ്ങൾ പ്രാക്ടീസ് തുടങ്ങുന്ന സമയത്ത് ഈ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് ഇതിനെ പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം എന്ന് വിളിക്കുന്നതും അറിയേണ്ടതാണ്. ഈ ഒരു പേര് വന്നത് തന്നെ അൾട്രാസൗണ്ട് എക്സാമിനേഷൻ വന്നതിന് ശേഷമാണ്. അതിനു മുമ്പ് ഇതിന് വേറെ പേരാ പറഞ്ഞിരുന്നത്. സ്റ്റീൻ ലെവൻതാൽ സിൻഡ്രോം എന്നൊക്കെയാണ് അതിനെ പറഞ്ഞിരുന്നത്. പക്ഷേ അൾട്രാസൗണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ ആന്തരിക അവയവങ്ങളുടെ ഘടന മനസ്സിലാക്കാനുള്ള ഒരു ഉപാധിയായി വന്നതോടുകൂടി ഇങ്ങനെയുള്ള ആളുകളിൽ അണ്ഡാശയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റി. അണ്ഡാശയത്തിൻ്റെ ഒരു പടമെടുത്ത് നോക്കിയാൽ അണ്ഡാശയം ഒരു ഓവൽ ഷേപ്പിലുള്ളതാണെന്ന് അറിയാമല്ലോ. അതിൻ്റെ പെരിഫറിയിൽ ചെറിയ ചെറിയ കുമിളകൾ പോലെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നും. അതുകൊണ്ടാണ് ഈ പോളിസിസ്റ്റിക് ഓവറി എന്നുള്ള പേര് തന്നെ വന്നത്. നേരത്തെ ചോദിച്ചതുപോലെ ഇത് ഇപ്പോൾ എന്തുകൊണ്ടാണ് നമുക്കിപ്പോൾ വിശദമായിട്ട് ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം ശരിയാണ്, പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുന്ന ആ പ്രോബ്ലം ഇപ്പോൾ മച്ച് മോർ ദാൻ ബിഫോർ കൂടുതലായി വരുന്നുണ്ട്. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അതിനൊരു പ്രധാന കാരണമാണ്. പ്രത്യേകിച്ചും ഈ ടെൻഡൻസി ഉള്ള കുട്ടികളിൽ അവർക്ക് ഓവർ വെയ്റ്റ് വരികയാണെങ്കിൽ അതിൻ്റെ കാഠിന്യം, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് കുറച്ചുകൂടെ കൂടുതൽ വരും. ഇപ്പോൾ അറിയാമല്ലോ, കുട്ടികളിലെ ഒബേസിറ്റി ഇപ്പോൾ ഒരു വലിയൊരു എപ്പിഡമിയോളജിക്കൽ ലെവലിലേക്ക്, എപ്പിഡമിക് ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം തീർച്ചയായിട്ടും ലൈഫ് സ്റ്റൈലിന് ഇതിനൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതുകൂടാതെ ജനറ്റിക് ഫാക്ടേഴ്സും ഇതിനുണ്ട്. ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അമ്മയ്ക്ക് ഇതിൻ്റെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളിൽ നമുക്കത് പ്രതീക്ഷിക്കാം. അങ്ങനെയുണ്ട്. എന്തൊക്കെയാണ് ഡോക്ടർ ഇതിന്റെ രോഗലക്ഷണങ്ങൾ? ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് ആർത്തവ സംബന്ധമായിട്ടുള്ളത് തന്നെയാണ്. പീരിയഡ്സ് മുമ്പ് പറഞ്ഞതുപോലെ മാസം അല്ലെങ്കിൽ 28 ദിവസം കൂടുമ്പോൾ വരിക എന്നുള്ളത് ആയിരിക്കില്ല. ക്രമം തെറ്റി വരും. കുറച്ചുകൂടെ നീണ്ട സൈക്കിൾസ് ആയിരിക്കും. അങ്ങനെ വരുന്ന സൈക്കിൾസ് ആവട്ടെ കുറച്ചുകൂടെ കൂടുതൽ ബ്ലീഡിങ്ങും ഉണ്ടാക്കും. ഈ നീണ്ടു പോകുന്നതിനുള്ള കാരണവും അതുപോലെ ബ്ലീഡിങ് കൂടുതലുണ്ടാകുന്നതിനുള്ള കാരണവും എല്ലാം ഇതോടനുബന്ധിച്ച് ബോഡിയിലുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങളാണ്. അപ്പോൾ പ്രധാനമായിട്ടും പോളിസിസ്റ്റിക് ഓവറിയിൽ സംഭവിക്കുന്ന അതിൻ്റെ അടിസ്ഥാനമായ പ്രോബ്ലം അവരിൽ ഓവുലേഷൻ നടക്കുന്നില്ല, അണ്ടോൽപാദനം നടക്കുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് ക്രമം തെറ്റി ആർത്തവം വരും എന്ന് മാത്രമല്ല, ഈ പോളിസിസ്റ്റിക് എന്ന് നമ്മൾ പറഞ്ഞതുപോലെ ഒത്തിരി ഫോളിക്കിൾസ് അണ്ടം വികസിക്കാൻ ട്രൈ ചെയ്യുകയും അതൊന്നും പൂർണ്ണ വളർച്ചയിൽ എത്താതെ നിൽക്കുകയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഹോർമോൺസ് ഒരു സാധാരണ കുട്ടിയേക്കാളും വ്യത്യസ്തമായിട്ടാണ് വരുന്നത്. കുട്ടിയുടേതിനേക്കാളും വ്യത്യസ്തമായിട്ടാണ് വരുന്നത് എന്ന് തന്നെയല്ല, പുരുഷ സഹജമായിട്ടുള്ള ഹോർമോൺസ് എല്ലാ സ്ത്രീകളിലും ഉണ്ട്. അതിൻ്റെ അളവ് ഈ കുട്ടികളിൽ അല്പം കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളും കാണും. ഏറ്റവും സാധാരണമായി കുട്ടികളെ പ്രത്യേകിച്ചും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഇതോടൊപ്പം കാണുന്ന ദേഹത്തെ രോമ വളർച്ചയുടെ വ്യത്യാസം. മെയിൻലി ഫേഷ്യലാണ് എല്ലാവരും ശ്രദ്ധിക്കുക. പക്ഷേ ഫേഷ്യൽ മാത്രമല്ല, ദേഹത്ത് എല്ലായിടത്തും വരാം. പ്രധാനമായിട്ടും നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഫേഷ്യൽ ഹെയർ ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഫേഷ്യൽ ഹെയർ കൂടുതൽ വരിക, ചിലർക്ക് കൂടുതൽ ഈ മുഖക്കുരു വരിക, ഇത് രണ്ടുമാണ് ഏറ്റവും എല്ലാവരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. അത് അൺഫോർച്ചുനേറ്റ്ലി പോളിസിസ്റ്റിക് ഓവറിയിൽ കൂടുതൽ കാണുന്ന പ്രോബ്ലമാണ്. ഇവർക്ക് ഭാവി ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട്. വറിയടിക്കത്തക്ക ഒരു കണ്ടീഷൻ അല്ല എന്നുള്ളത് ആദ്യമേ പറയട്ടെ. ഇത് കേട്ട ഉടനെ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളവർക്ക് ഉടനെ അയ്യോ ജീവിതം തൊലഞ്ഞു പോയി എന്ന് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. നാച്ചുറലി ആ വേർഡ് അങ്ങനെ കൊണ്ടുവന്നപ്പോൾ പോളിസിസ്റ്റിക് എന്ന് പറയുമ്പോൾ എല്ലാവരും സിസ്റ്റ് എന്ന് ഉടനെ പറയും. അണ്ടാശയത്തിലെ സിസ്റ്റാണ്. പോളി എന്ന് കേൾക്കുമ്പോൾ ഒത്തിരി എന്ന് കേൾക്കുമ്പോൾ ഒത്തിരി സിസ്റ്റാണ് എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. അങ്ങനെയുള്ള സിസ്റ്റിന് നമ്മൾ വേറെ പേരാ പറയുക. ഇത് പോളിസിസ്റ്റിക് ഓവറി എന്ന് പറഞ്ഞാൽ അണ്ടാശയത്തിലുള്ള ആ ചെറിയ കുമിളകൾ പോലെയുള്ള സിസ്റ്റുകളാണ് വരുന്നത്. പക്ഷേ ഒത്തിരി നമ്പർ ആകുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഹോർമോൺസിന് വ്യത്യാസമുണ്ട്. അതിൻ്റെ ഇഫക്റ്റ് ബോഡിയിൽ കാണുകയും ചെയ്യും. അവരുടെ ലോങ് ടേം ഈ പ്രക്രിയ അവരുടെ റിപ്രൊഡക്റ്റീവ് ലൈഫ്, അതായത് പിന്നീട് കല്യാണം കഴിഞ്ഞിട്ടും സന്താനോൽപാദന സമയത്തും എല്ലാം ഇതിനൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ക്രമമായി
അണ്ടോൽപാദനം നടക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രഗ്നൻസി ഉണ്ടാകാനുള്ള ചാൻസ് റെഗുലറായിട്ട് അണ്ടോൽപാദനം നടക്കുന്ന ഒരാളെ അപേക്ഷിച്ച് കുറവായിരിക്കും. പക്ഷേ ഇതെല്ലാം നമുക്ക് മാനേജ് ചെയ്യാവുന്ന രീതിയിലേ ഉള്ളൂ. ഇത് ഇഗ്നോർ ചെയ്യുക, അല്ലെങ്കിൽ മെഡിസിൻ കഴിച്ചാൽ ഭാവിയിൽ കുഴപ്പമാണ് എന്ന് വിചാരിച്ച് ഡോക്ടറെ കാണാതിരിക്കുക, അതല്ലെങ്കിൽ വേറെ പല വിഭാഗങ്ങളിലുള്ള ചില ചികിത്സാ രീതികളിൽ പോയിട്ട് അതിലിങ്ങനെ നടന്ന് വളരെ അഡ്വാൻസ് ഒരു ലെവൽ വരെ ദേഹം മുഴുവൻ വല്ലാതെ ഹെയർ ഗ്രോത്ത് ആകുന്നത് വരെ ഒക്കെ കൊണ്ടു നടക്കുക, ഈ ഒരു രീതിയിലേക്ക് പോകുമ്പോഴാണ് ആക്ച്വലി അത് ഭാവിയിൽ കൂടുതൽ കുഴപ്പമുണ്ടാക്കുന്നത്. വളരെ അപൂർവമായിട്ട്, പ്രത്യേകിച്ചും ഹെയർ ഗ്രോത്തൊക്കെ വളരെ കൂടുതലാണ് ബോഡിയിലെങ്കിൽ അത് അല്പം കൂടെ വിശദമായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെയുള്ള ഹോർമോൺസ് ഏകദേശം പ്രൊഡ്യൂസ് ചെയ്യുന്ന അഡ്രിനൽ ഗ്രന്ഥിയും ഉണ്ട് ബോഡിയിൽ. ഈ അഡ്രിനൽ ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന ഹോർമോൺസും വളരെ സിമിലറാണ്. അതിലും പുരുഷ സഹജമായ ഹോർമോൺസിൻ്റെ അളവുണ്ട്. അതുകൊണ്ടാണെങ്കിൽ ഈ ഹെയർ ഗ്രോത്ത് ഒക്കെ വളരെ കൂടുതൽ വരാം. നമ്മളതൊരു സ്കാൻ എടുത്ത് നോക്കിയാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അഡ്രിനൽ ഗ്രന്ഥി എന്നുള്ളതാണോ അതോ പോളിസിസ്റ്റിക് ഓവറി ആണോ എന്നുള്ളത്. വെറും സ്കാൻ കൊണ്ട് മാത്രം പറ്റിയെന്ന് വരില്ല. എന്താണെന്ന് വെച്ചാൽ ഈ അഡ്രിനൽ ഗ്രന്ഥിയിൽ നിന്നുള്ള ചേഞ്ചസ് ആണെങ്കിൽ അഡ്രിനലിൽ വലിയ സ്കാൻ പിക്കപ്പ് ചെയ്യാവുന്ന ചേഞ്ചസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. വളരെ അപൂർവമായിട്ട്, അതിലും അപൂർവമായിട്ട് ചിലപ്പോൾ ഈ പുരുഷ സഹജമായ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്യൂമർ ഉണ്ടാകാം. അത് അണ്ഡാശയത്തിലുണ്ടാകാം. അങ്ങനെയുള്ള ട്യൂമർ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ പറയുന്ന ചേഞ്ചസ് എല്ലാം കുറച്ചുകൂടെ കൂടുതലായിട്ടുണ്ടാകും. അപ്പോൾ പോളിസിസ്റ്റിക് ഓവറി എന്ന് കേൾക്കുമ്പോഴേ കുട്ടികൾ പേടിക്കുകയോ ഒന്നും ചെയ്യണം, മറ്റേ പേരൻസ് പേടിക്കുകയോ വറിയടിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യം കാണുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ചും ഹെയർ ഗ്രോത്ത് അവർക്ക് ഭാവിയിലെ ആരോഗ്യത്തെക്കാളും കുട്ടികളും സഹപാഠികളുമൊക്കെ ആയിട്ട് മൂവ് ചെയ്യുന്നതിനെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യമാണ്. ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകാനും അവർ വിഡ്രോഡ് ആകാനും ഒക്കെയുള്ള ചാൻസ് ഉള്ളത് കാരണം അധികം നീട്ടിയിടാതെ നേരത്തെ തന്നെ ഡോക്ടറെ കാണുകയും അതിനുള്ള അഡ്വൈസ് സ്വീകരിക്കുകയും ചെയ്യാൻ നമ്മൾ പറയണം. നമ്മൾ പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുമ്പോൾ സാധാരണ വണ്ണമുള്ള ആൾക്കാരുമായിട്ടാണ് കൂടുതൽ നമ്മൾ കാണുന്നത് പോളിസിസ്റ്റിക് ഓവറീസ്. മെലിഞ്ഞിരിക്കുന്ന ആളുകളിലും പോളിസിസ്റ്റിക് ഓവറീസ് വരാമോ? തീർച്ചയായിട്ടും വരാം. പക്ഷേ വണ്ണമുള്ളവരിലാണ് ഇതിൻ്റെ കൂടുതൽ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ നിന്നും ഹോർമോണിൽ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈസ്ട്രജനും അതുമായിട്ട് ബന്ധപ്പെട്ട ഹോർമോൺസ് കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിലെ മേധസ് അല്ലെങ്കിൽ ഫാറ്റിലൂടെയാണ് സർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫാറ്റിലൂടെ അത് സർക്കുലേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ വണ്ണമുള്ളവർക്ക് അത് കൂടുതൽ വരിക. ആ ഒരു രീതിയിൽ ബോഡി വെയ്റ്റ് ഇതിനൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമുക്ക് മോഡിഫൈ ചെയ്യാവുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡി വെയ്റ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പെൺകുട്ടികൾ പ്രത്യേകിച്ചും ഈ ഒരു ടെൻഡൻസി ഉള്ളവർ അത് മനസ്സിൽ കണ്ട് അമിതവണ്ണം വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അവരുടെ ആഹാരക്രമത്തിലും എക്സസൈസ് രീതിയിലും എല്ലാം ശ്രദ്ധിച്ച് ഒരു ഐഡിയൽ ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. എസ്പെഷ്യലി ടീനേജ് ഗ്രൂപ്പിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് ഇപ്പോൾ അറിയാമല്ലോ, ഈ മറ്റേ അവരുടെ ആഹാര രീതി തന്നെ ഇപ്പോൾ വളരെ മാറിയിട്ടുണ്ട്. അത് കാരണം അങ്ങനെയുള്ള ആഹാരം കൂടുതൽ ഫാറ്റ് അങ്ങനെയുള്ളത് ചെല്ലുന്നതിനും അതുപോലെ ഷുഗറിൻ്റെ ഇൻടേക്ക് കൂടുന്നതിനും ഇടയായാൽ തീർച്ചയായിട്ടും അത് പിന്നീട് വളരെ ദുഃഖിക്കേണ്ടി വരെ ഒരു സ്ഥിതിയിലേക്ക് പോകും. നമ്മളിപ്പം നേരത്തെ പറഞ്ഞു പോളിസിസ്റ്റിക് ഓവറീസ് ഉള്ളവർക്ക് ഭാവിയിൽ ഓവുലേഷൻ്റെ പ്രശ്നങ്ങൾ വരാം, പ്രഗ്നൻസിക്ക് ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാകാമെന്ന് പറഞ്ഞു. അപ്പം സാധാരണ ഇപ്പം നമ്മുടെ സ്ത്രീകളൊക്കെ കുറച്ചും കൂടെ കാരിയർ ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ ആദ്യത്തെ ഗർഭധാരണം പലരും കുറച്ചൊന്ന് വൈകിക്കാൻ ശ്രമിക്കും. ഇങ്ങനെ ആദ്യത്തെ ഗർഭധാരണം നമ്മൾ വൈകിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശരിയാണോ? അത് എന്തെനിക്ക് സംശയമില്ല. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒബ്സർവ് ചെയ്യുന്ന അനുസരിച്ചാണെങ്കിൽ കേരളത്തിൽ ഈ എപ്പോൾ പ്രഗ്നൻ്റ് ആകുന്നുള്ളത് പ്രത്യേകിച്ചും രാജു പറഞ്ഞത് ശരിയാണ്. കുറച്ചുകൂടെ കഴിഞ്ഞ് ഏതായാലും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് കുഞ്ഞുങ്ങൾ മതി എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതോടൊപ്പം തന്നെ വേറൊരു പ്രത്യേകത കണ്ടിട്ടുള്ളത് പേരൻസിന് വളരെ നിർബന്ധമാണ് എങ്ങനെയെങ്കിലും ഈ തലേന്ന് ഈ ഒരു ഉത്തരവാദിത്വം മാറണമെന്ന് പറഞ്ഞ് ഏറ്റവും ചെറുപ്പത്തിലേ പിടിച്ച് കെട്ടിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒരു കുഞ്ഞിക്കാല് കാണാതെ അടങ്ങാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് പ്രഗ്നൻസി മാരേജ് നേരത്തെ ആകുന്നു, അധികം താമസിയാതെ തന്നെ ആദ്യത്തെ പ്രഗ്നൻസി, പിന്നെ നമുക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം എന്ന ആറ്റിറ്റ്യൂഡുള്ള ഒരു നല്ല വിഭാഗം ഇപ്പോഴും കാണുന്നുണ്ട്. അപ്പോൾ ഏർലി 20s പ്രഗ്നൻ്റ് ആയിട്ട് വരുന്ന ഒരു നല്ലൊരു സെഗ്മെൻ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ളവരൊന്നും ചെയ്യാതിരിക്കുന്നു. 30s പ്രഗ്നൻ്റ് ആകാൻ പോകുന്നു. ഈ പോളിസിസ്റ്റിക് ഓവറി ഉള്ളവർക്കും അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറെ ചില കണ്ടീഷൻസ് അറിയാമല്ലോ, ഈ എൻഡോമെട്രിയോസിസ് എന്നൊക്കെ കേട്ടിട്ടുള്ളവരുമൊക്കെ ആദ്യ ഗർഭം
അധികം നീട്ടാതിരിക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെയും അഭിപ്രായം. എന്താണെന്ന് വെച്ചാൽ ഡോക്ടർക്ക് ഒരു ഐഡിയൽ ടൈം പീരീഡ് എന്ന് പറയാൻ പറ്റും, ഒരു 30 വയസ്സോ അല്ലെങ്കിൽ 35 വയസ്സിനുള്ളിലോ ആദ്യത്തെ ഗർഭം ധരിക്കുന്നതാണ് നല്ലതെന്ന് പറയാൻ പറ്റും? ആദ്യത്തെ ഗർഭധാരണത്തിന് ഏറ്റവും നല്ല പ്രായം ഒരു 20 to 23 തുടങ്ങി 30 വരെയുള്ള വയസ്സ് തന്നെയാണ്. അതിനുശേഷമാകുമ്പോൾ ഓരോരോ പ്രശ്നങ്ങൾ കുറച്ച് കൂടി വരും. ഈ 22 to 30 എന്ന് നമ്മൾ പറയുന്ന ആ ഒരു പ്രായമാണ് ഐഡിയൽ ഏജ് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ അമ്മയുടെ പ്രായം കൂടുന്നതനുസരിച്ച് ചിലപ്പോൾ കുഞ്ഞുങ്ങളിൽ അംഗവൈകല്യങ്ങൾ കാണാറുണ്ട് എന്ന് പറയാറുണ്ട്. പല പ്രശ്നങ്ങൾ ആക്ച്വലി അമ്മയുടെ പ്രായം കൂടുന്നതനുസരിച്ച് കുഞ്ഞുങ്ങളിൽ അംഗവൈകല്യം വരുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അമ്മമാർക്കും വേറെ പ്രശ്നങ്ങളുണ്ട്. പ്രായം കൂടി ഗർഭധാരണം നടക്കുമ്പോൾ ഡയബറ്റീസ് വരുന്നതിനുള്ള ചാൻസ് കൂടുതലാണ്, ഹൈപ്പർ ടെൻഷൻ വരുന്നതിനുള്ള ചാൻസ് കൂടുതലാണ്, അവർ കുറച്ചുകൂടെ ഒബീസ് ആകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ലേറ്റ് ആയിട്ടാണല്ലോ പ്രഗ്നൻ്റ് ആയതെന്നുള്ള ആ ഒരു വിചാരം കൊണ്ട് തന്നെ കൂടുതൽ ടെൻഷൻ അടിച്ച് അതിൻ്റെ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കും. അപ്പോൾ പ്രായം കൂടിയതിന് ശേഷം ആദ്യ ഗർഭം പ്രത്യേകിച്ചും ആകുന്നവർക്ക് അതിൻ്റെതായ പല ബുദ്ധിമുട്ടുകളും കൂടുതലായിട്ടുണ്ട്. അത് അറിഞ്ഞിരിക്കുന്നത് പ്ലാൻഡ് പ്രഗ്നൻസി എന്നൊക്കെ പറയുന്നത് ഒരു ഇപ്പോൾ നമ്മുടെ സാമൂഹ്യാവസ്ഥയും എല്ലാം കണക്കാക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ യങ് കപ്പിൾസ് അവർക്ക് പ്രഗ്നൻസി തീർച്ചയായിട്ടും ഒരു പ്ലാൻഡ് ഇവൻ്റ് ആക്കണം. അതിൻ്റെ കാരണങ്ങളൊന്നിലധികം ഉണ്ട്. ഒന്ന്, ഗർഭധാരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ 9 മാസക്കാലം പിന്നെ അതിന് ശേഷമുള്ള കാലവും എല്ലാം വളരെയധികം ഉത്തരവാദിത്വങ്ങൾ ഈ പെൺകുട്ടിയിൽ വരുന്നതാണ്. പിന്നെ ഗർഭിണി ആയിക്കഴിഞ്ഞാൽ ഉള്ളിലുണ്ടാകുന്ന കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ പറ്റി നമ്മൾ ചിന്തിക്കണമല്ലോ. അപ്പോൾ അമ്മയ്ക്ക് തന്നെ എന്തെങ്കിലും അസുഖങ്ങളുള്ള വെറുതെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ഡയബറ്റീസ് ടെൻഡൻസിയുള്ള ഒരു സ്ത്രീയാണെന്ന് വിചാരിക്കട്ടെ, അവർ എന്തെങ്കിലും ഒരു സുപ്രഭാതത്തിലേക്ക് ഗർഭിണിയാകാൻ തീരുമാനിക്കാൻ പാടില്ല. ആ ഡയബറ്റീസ് ശരിക്കും കൺട്രോൾ ചെയ്ത് ഒരു നോർമൽ ലെവൽ ഓഫ് ഷുഗർ ആയിട്ടേ ഗർഭധാരണം നടത്താവും. അതല്ല ഹൈ ബ്ലഡ് ഷുഗർ ഉള്ള സമയത്ത് ധരിക്കുന്ന ഗർഭത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് വരാം. അതുപോലെ തന്നെയാണ് ഹൈപ്പർ ടെൻഷൻ ഉള്ളവരും അത് കൺട്രോൾ ചെയ്യാതെ ഗർഭിണിയായി കഴിഞ്ഞാൽ ഗർഭാവസ്ഥയിൽ ഹൈപ്പർ ടെൻഷൻ പിന്നെയും കൂടും. ആൻഡ് നമ്മളുടെ നാട്ടിൽ മാതൃമരണങ്ങളുടെ കാരണങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഹൈപ്പർ ടെൻഷൻ അതിൻ്റെ ഒരു മേജർ കോൺട്രിബ്യൂട്ടറാണ്. അതുകൊണ്ട് അത് കൺട്രോൾ ചെയ്യാതെ ഗർഭിണിയാകാൻ പാടില്ല. അതുപോലെ മറ്റു അസുഖങ്ങളും ഉണ്ട്. എപ്പിലെപ്സിയാണ് വേറൊരു എക്സാമ്പിൾ. എപ്പിലെപ്സി ഉള്ള